ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബ്രിട്ടൻ. സെപ്റ്റംബറിനുള്ളിൽ ഗാസ മുനമ്പിൽ വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചില്ലെങ്കിൽ UK പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. ഗാസയിലെ ദുരന്തകരമായ സാഹചര്യവും ദ്വിരാഷ്ട്ര പരിഹാരത്തിലെത്താനുള്ള സാധ്യത മങ്ങുന്നതും കണക്കിലെടുത്ത് ഈ നിലപാടിലേക്ക് മാറാൻ ഇപ്പോൾ ശരിയായ സമയമാണെന്ന് സ്റ്റാമർ തന്റെ മന്ത്രിമാരോട് പറഞ്ഞു. ഗാസയിലെ ഭയാനകമായ സാഹചര്യം അവസാനിപ്പിക്കാൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കണം. വെടിനിർത്തൽ നടപ്പാക്കണം. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കണം. ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കുന്ന ദീർഘകാല സമാധാന പ്രക്രിയയ്ക്ക് പ്രതിജ്ഞാബദ്ധമാകണം. ഈ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം പാലസ്തീനെ സെപ്റ്റംബറിൽ സ്വതന്ത്ര രാഷ്ട്രമായി ബ്രിട്ടൻ അംഗീകരിക്കും. ഇസ്രയേലും ഹമാസും തമ്മിൽ തുല്യതയില്ല. ഹമാസിന് മുന്നിൽ വെക്കുന്ന ആവശ്യങ്ങൾ അതേപടി തുടരുന്നു. ഹമാസ് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം. വെടിനിർത്തലിന് സമ്മതിക്കണം. ഗാസയുടെ ഭരണത്തിൽ അവർക്ക് ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് അംഗീകരിക്കണം. കൂടാതെ നിരായുധരാകണം, സ്റ്റാമർ വ്യക്തമാക്കി. ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് സ്റ്റാമർ നിർണായകമായ ഈ പ്രഖ്യാപനം നടത്തിയത്. പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയെന്നും സ്റ്റാമർ കൂട്ടിച്ചേർത്തു. പട്ടിണിയിലായ ഗാസ ജനതയ്ക്ക് ആവശ്യമായ സഹായം എത്രയും വേഗം എത്തിച്ചു നൽകണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് സംബന്ധിച്ച് സ്റ്റാമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിട്ടില്ല എന്ന് ട്രംപ് പ്രതികരിച്ചു. നേരത്തെ ഫ്രാൻസും സമാന നിലപാടെടുത്തിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് സെപ്റ്റംബറിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത്. ഇതിന്റെ പിൻപറ്റിയാണ് ബ്രിട്ടനും രംഗത്തെത്തിയതെങ്കിലും വെടിനിർത്താൻ ഇസ്രയേൽ തയ്യാറായാൽ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുമോ എന്ന് വ്യക്തമല്ല. അതേസമയം പാലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു അപലപിച്ചിരുന്നു. തീരുമാനം അപകടകരവും വഴിതെറ്റിയതുമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭീകരതയ്ക്കുള്ള പ്രതിഫലമാണ്. അത്തരമൊരു രാഷ്ട്രം മറ്റൊരു ഇറാനിയൻ പ്രോക്സിയായി മാറുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. പാലസ്തീനികൾ ഇസ്രായേലിനൊപ്പം സമാധാനം ആഗ്രഹിക്കുന്നില്ല, അവർ അതിന്റെ നാശമാണ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. അതേസമയം ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60,000 കടന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒറ്റ ദിവസം 92 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഗാസയെ ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കാൻ തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഗാസയിൽ പട്ടിണി അതിന്റെ ഏറ്റവും ഗുരുതര ഘട്ടത്തിലാണെന്ന് IPC റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു. ഗാസയിൽ പട്ടിണിയില്ലെന്ന് നുണ പറയാൻ കഴിയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പട്ടിണി ഒഴിവാക്കാൻ വലിയ അളവിൽ ഭക്ഷണം ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മേധാവി പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനം. ബ്രിട്ടന്റെ സഹായത്തോടെ പിത്തിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും ട്രംപ് അറിയിച്ചു. പുതിയ ഭക്ഷണ കേന്ദ്രങ്ങൾക്ക് അതിരുകളൊന്നും ഉണ്ടാകില്ല. ആളുകൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയും. ഭക്ഷണത്തിന് 30 യാർഡ് അകലെ വേലി നിർമ്മിക്കില്ല. നിലവിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ അവർക്ക് ഭക്ഷണം കാണാൻ കഴിയും. എന്നാൽ ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കാരണം അവർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നത് ഭ്രാന്താണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.